ഒക്ടോബർ മാസം 18-ാം തീയതി സഖാവ് CV വർഗീസ് അറിയിച്ചത് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു യോഗം കൂടുകയുണ്ടായി. ആ യോഗത്തിൽ ഞങ്ങളുടെ സർക്കാരിന് ഇടുക്കിയിൽ ഒരു നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ കുട്ടികൾ തയ്യാറായില്ല എങ്കിൽ നഴ്സിംഗ് കോളേജ് തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് അങ്ങ് തുടച്ചെറിയുമെന്നാണ് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത്. 2 വർഷം മുമ്പ് ആരംഭിച്ച ഇടുക്കി നഴ്സിംഗ് കോളേജിലെ ദുരിതം നിരവധി തവണ വാർത്തയായതാണ്. 94 വിദ്യാർത്ഥിനികൾ പഴയ സ്കൂൾ കെട്ടിടത്തിലെ ക്ലാസ് മുറികളിൽ ഒരുക്കിയ ഹോസ്റ്റലിൽ തിങ്ങി ഞെരുങ്ങിയാണ് കഴിയുന്നത്. നഴ്സിംഗ് കോളേജിന് സ്വന്തമായി കെട്ടിടവുമില്ല. ഇതൊക്കെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ നാളുകളിൽ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തിറങ്ങിയത്. നിരവധി വാഗ്ദാനങ്ങൾ, പക്ഷേ ഒന്നും പാലിക്കപ്പെട്ടില്ല. ഏറ്റവും ഒടുവിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പ് ഇങ്ങനെയായിരുന്നു. ആ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ശ്രദ്ധാപൂർവമായ നിരീക്ഷണം ഉണ്ടാവും. ജില്ലാ കളക്ടറുടെ കാര്യത്തിൽ നല്ലവണ്ണം മോണിറ്റർ ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കളുമായും കുട്ടികളുമായും ജില്ലാ കളക്ടർ സംസാരിക്കും. അതുകൊണ്ട് ആ വിഷയം ആ നിലയിൽ നല്ലവണ്ണം പരിഹരിച്ചു കൊണ്ടുപോകും. അവരോട് എല്ലാ വിധത്തിലുള്ള അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്ര ഗവൺമെന്റ് ഏത് തലത്തിലും സഹായകമായ നിലപാട് സ്വീകരിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടറോട് ചർച്ച നടത്താനാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എന്നാൽ കോളേജ് പ്രിൻസിപ്പൽ അതിനു മുൻപേ മറ്റൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ആശുപത്രി വികസന സമിതി അംഗവും CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ CV വർഗീസുമായാണ് സമവായ ചർച്ച നടത്തിയത്. 5 വിദ്യാർത്ഥി പ്രതിനിധികളും 2 PTA പ്രതിനിധികളും പ്രിൻസിപ്പാളും 2 അധ്യാപകരും ചെറുതോണിയിലെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചർച്ചയ്ക്കെത്തി. ഇവിടെ വെച്ച് CV വർഗീസ് വിദ്യാർത്ഥികളെയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഇടുക്കി നഴ്സിംഗ് കോളേജ് പൊട്ടിക്കാൻ CV വർഗീസും പ്രിൻസിപ്പളും ഗൂഢാലോചന നടത്തുകയാണെന്നാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം. CPMന്റെ അധീനതയിലുള്ള ഒരു ഹോസ്റ്റൽ അത് യാഥാർത്ഥ്യമാക്കാനും അവിടെ കൊള്ളപ്പൈസ മേടിക്കാനും ഈ പറയുന്നത് പോലെ വലിയ തോതിലുള്ള ഫീസ് ഏർപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് CV വർഗീസ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഈ നഴ്സിംഗ് കോളേജിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ശ്രീ CV വർഗീസ് ആണ് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്തിയത് സത്യമാണെങ്കിലും ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് CV വർഗീസിന്റെ വിശദീകരണം. വിഷയം ഏറ്റെടുത്ത് KSU സമരവുമായി രംഗത്തിറങ്ങുകയാണ്. എന്തു തന്നെയായാലും നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതിനിയും കണ്ടില്ലെന്ന് അധികൃതർ നടിക്കരുത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.